കോതമംഗലത്ത് 23-കാരിയുടെ ആത്മഹത്യയിൽ കൂടുതൽ ആളുകൾ പ്രതിയായി വരാൻ സാധ്യത. പ്രതിയായ റമീസിന്റെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യും. റമീസിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അന്വേഷണ സംഘം ഇന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശേഖരിക്കും. ഈ സ്റ്റോറിയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മുടെ തൊടുപുഴയിലെ ലാൽകൃഷ്ണൻ പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട പെൺകുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലുമൊക്കെ പരിചയപ്പെടുന്ന ആളുകൾ, നമ്മൾ മുഖം പോലും കാണാതെ പരിചയപ്പെടുന്ന ആളുകളെല്ലാം നല്ല നന്മയുള്ളവരും നന്നായി സംസാരിക്കുമ്പോൾ അവർ എല്ലാവിധമായ ഗുണവിശേഷങ്ങളുമുള്ള വ്യക്തികളാണ് എന്ന് ചിന്തിച്ച് അവരുടെ പിന്നാലെ കൂടരുത്. നിങ്ങൾ അറിയാത്ത ലോകത്ത്, പ്രത്യേകിച്ച് ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ ഒരു ലോകത്ത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ കുട്ടികളെ പിടിക്കാനായിട്ട് ഇറങ്ങി നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അനാവശ്യമായ വാഗ്ദാനങ്ങളൊക്കെ നൽകി നിങ്ങളുടെ പിറകെ ആരെങ്കിലും കൂടുകയാണെങ്കിൽ തൽക്കാലം തടി രക്ഷിച്ച് രക്ഷപ്പെടുന്നതാണ് നല്ലത്. അത് ഈ 30 ദിവസം നടന്നതിൻ്റെ ഒരു ഗുണഫലമായിട്ട് ഞാൻ പറയുന്ന. തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളായി ചേരുന്നു. ലാൽകൃഷ്ണൻ, യഥാർത്ഥത്തിൽ റമീസ് ഒരു ഒന്നാം തരം ക്രിമിനലാണ് എന്ന രീതിയിലുള്ള നിഗമനങ്ങളിലേക്കാണല്ലോ പോലീസ് പോകുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റമീസിന്റെ പശ്ചാത്തലം അന്വേഷിക്കുന്ന സമയത്താണ് പോലീസിന് ഇയാളുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തെ കൂടി വിവരം കിട്ടുന്നത്. അതായത് നിരവധി തല്ലിപ്പീടി കേസുകളിലെല്ലാം പ്രതിയായിട്ടുള്ള ഒരാൾ കൂടിയാണ് റമീസ്. അത് പഠിക്കുന്ന കാലം മുതൽ റമീസിൻ്റെ പശ്ചാത്തലം അങ്ങനെ തന്നെയാണ്. ആളുകളുമായി വഴക്കിടുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗുണ്ടാ പരിപാടി പോലെ തമ്മിൽ തല്ലുക തുടങ്ങിയ പ്രശ്നങ്ങളിലെല്ലാം തന്നെ നിരന്തരം ഇടപെടുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് അത്തരത്തിലുള്ള ക്രിമിനൽ കേസുകൾ കൂടി റമീസിൻ്റെ പേരിലുണ്ട്. മറ്റു തരത്തിലുള്ള കേസുകൾ പലതും കോംപ്രമൈസ് ചെയ്ത് പോയതാണ് എന്ന കാര്യം കൂടി പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റമീസിൻ്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലത്തിലുള്ള ഒരു കാര്യം. മാത്രമല്ല, ഈ കേസിൽ വളരെ നിർണായകമായി പോലീസ് കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പാണ്. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന ഈ റമീസും റമീസിൻ്റെ മാതാപിതാക്കളും അല്ലാതെ ചില ആളുകൾ കൂടി ഉണ്ട്. അത് റമീസിൻ്റെ സുഹൃത്തുക്കളാണ്. ഇവരാണ് പെൺകുട്ടിയെ മതം മാറണം എന്ന് പറഞ്ഞ് വീട്ടിൽ പൂട്ടിയിട്ട സമയത്ത് മർദ്ദിച്ചവരുടെ കൂട്ടത്തിലുള്ളത് എന്നുകൂടി പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ കൂടി കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് പെൺകുട്ടിയുടെ കൂട്ടുകാരിയുടെ മൊഴിയിൽ നിന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഇവരെ കൂടി പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടകം തന്നെ വളരെ കോൺട്രവേഴ്സിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണിത്. അതായത് രാഷ്ട്രീയമായിട്ട് കൂടി ഇടപെടുന്ന രീതിയിലേക്ക് വന്നതുകൊണ്ട് പോലീസ് വളരെ ജാഗരൂകതയോടുകൂടിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും മറ്റൊരു വിവാദത്തിലേക്ക് ഈ കേസ് പോകാതെ തീർത്തും കൃത്യമായ രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും വേണ്ടത് പെൺകുട്ടിയുടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അത് ഇന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. അല്പസമയങ്ങൾക്കുള്ളിൽ അദ്ദേഹം അങ്ങോട്ട് പോകും. പെൺകുട്ടിയുടെ സഹോദരൻ്റെ മൊഴി ഇപ്പോഴും എടുത്ത് പൂർത്തിയാക്കിയിട്ടില്ല. ഇന്നലെ പൂർത്തിയാക്കാൻ കഴിഞ്ഞത് പെൺകുട്ടിയുടെ മാതാവിൻ്റെയും അതോടൊപ്പം കൂട്ടുകാരിയുടെയുമാണ്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊഴി എന്ന് പറയുന്നത് കൂട്ടുകാരിയുടേതാണ്. കാരണം മരിച്ചുപോയ പെൺകുട്ടി കൂടുതൽ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത് ഉറ്റ സുഹൃത്തിനോടാണ്. ആ സുഹൃത്ത് വഴിയാണ് ഈ ആത്മഹത്യയ്ക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറം ലോകം പോലും അറിയാൻ കാരണമായത്. അതുകൊണ്ട് ആ മൊഴി വളരെ നിർണായകമായതുകൊണ്ട് ഇന്നലെ തന്നെ അത് രേഖപ്പെടുത്തി. ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് തിക്താനുഭവങ്ങൾ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടിയാണ് ഇന്നലെ പ്രധാനമായിട്ടും പോലീസ് അന്വേഷിച്ചത്. ഇന്നിനി അന്വേഷിക്കാനുള്ളത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടിയാണ്. അതുകൂടി കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം കൂടുതൽ ആളുകളെ ഈ കേസിൽ പ്രതി ചേർക്കാനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ലാൽകൃഷ്ണൻ. തൊടുപുഴയിലെ കാര്യങ്ങളൊക്കെ സുഖകരമായി പോകുന്നില്ല. നമ്മുടെ PJ ജോസഫ് സാറിനെ കാണുന്ന ഒന്ന് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണം. കുറച്ച് ദിവസമായി പുള്ളിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.